ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടെയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. എ കമ്പനി മാനുഫാക്ചേഴ്സ് എ പ്രോഡക്റ്റ് വിച്ച് റിക്വയേഴ്സ് 4 hours പെർ യൂണിറ്റ് ഓഫ് മെഷീൻ ടൈം. അപ്പോൾ എ കമ്പനി അവർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 hours പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 4 മണിക്കൂർ സമയമാണ് അവർക്ക് എടുക്കുന്നത്. ഇനി ദെൻ മെഷീൻ ടൈം ഈസ് എ ബോട്ടിൽ നെക്ക് റിസോഴ്സസ്. അപ്പോൾ ഇതിവിടെ ഇവരുടെ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് മെഷീൻ ടൈമാണ്. ദർ ആർ ഓൺലി 10 മെഷീൻസ് വിച്ച് ആർ അവൈലബിൾ ഫോർ 12 hours പെർ ഡേ 5 days പെർ വീക്ക്. അപ്പോൾ അവിടെ 10 മെഷീൻസ് ആണ് അവർക്ക് ഉള്ളത്. അപ്പോൾ 10 മെഷീൻ വെച്ചിട്ടാണ് അവരത് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ 10 മെഷീൻസ് അവർക്ക് ദിവസം 12 മണിക്കൂർ, ആഴ്ചയിലെ 5 ദിവസവും അവൈലബിൾ ആണ്. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസം ആ മെഷീൻ അവിടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിൽ 12 മണിക്കൂറാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നിർമ്മിക്കാനായിട്ട് അവർക്ക് 4 മണിക്കൂർ 4 മെഷീൻ ടൈം അവർക്ക് ആവശ്യമാണ്. ദെൻ the product has selling price of ₹130 per unit. പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 130 per unit ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ₹50 per unit ആണ്. ലേബർ കോസ്റ്റ് ₹40 per unit ആണ്. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് കോസ്റ്റ് 20 per unit. ദെൻ ദീസ് കോസ്റ്റ് ആർ ബേസ്ഡ് ഓൺ വീക്ക്ലി പ്രൊഡക്ഷൻ. അപ്പോൾ അത് ഈ കോസ്റ്റ് വീക്ക്ലി പ്രൊഡക്ഷൻ്റെ ബേസിലാണ് വരുന്നത്. ആൻഡ് സെയിൽസ് 150 യൂണിറ്റ്. അപ്പോൾ അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 150 യൂണിറ്റ്സ് ആണ്. വാട്ട് ഈസ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ? അപ്പോൾ നമ്മളോട് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു, അതായത് TPAR ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ പെർ ഫാക്ടറി അവർ divided by cost per factory hour. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് കമ്പ്യൂട്ട് ചെയ്യണം? റിട്ടേൺ പെർ ഫാക്ടറി അവർ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റിട്ടേൺ പെർ ഫാക്ടറി അവർ is equal to എന്താ ഇക്വേഷൻ? ത്രൂപുട്ട് പെർ യൂണിറ്റ് അല്ലേ? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ, ത്രൂപുട്ട് പെർ യൂണിറ്റിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ടൈം പെർ യൂണിറ്റ്. ത്രൂപുട്ട് പെർ യൂണിറ്റിനെ ടൈം പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ത്രൂപുട്ട് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് സെയിൽസ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 130 ആണ്. അപ്പോൾ 130 മൈനസ് ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 50 ആണ്. 50 ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ് ആണ് ഒരു മെഷീൻ
ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 130 മൈനസ് 50 എന്ന് പറയുമ്പോൾ 80 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 20 എന്ത് വരുന്നത്, ത്രൂപുട്ട് പെർ യൂണിറ്റ് വരുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി അവർ നോക്കാം. കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഈസ് ഈക്വൽ ടു, കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് അല്ലേ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് divided by total time available in bottleneck. Total time available in bottleneck. In bottleneck then is equal to ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്ര വരിക, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 50 കണ്ടു, ലേബർ കോസ്റ്റ് 20 പെർ യൂണിറ്റ് വരുന്നുണ്ട്, പിന്നെ ലേബർ കോസ്റ്റ് 40 പെർ യൂണിറ്റ് വരുന്നുണ്ട്, ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് 20 പെർ യൂണിറ്റും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് 40 പ്ലസ് ഫാക്ടറി ഓവർഹെഡ് 20 ഇൻറ്റു ഇവരെത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറി കോസ്റ്റ് ആണ് അല്ലേ. ഫാക്ടറി കോസ്റ്റ് നമുക്ക് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഫാക്ടറി കോസ്റ്റ് 40 പെർ യൂണിറ്റും അതുപോലെ തന്നെ ഓവർഹെഡ് കോസ്റ്റ് 20 പെർ യൂണിറ്റും ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് ഈ 40 പ്ലസ് 20 60 വരുന്നത് ടോട്ടൽ കോസ്റ്റ്. ദെൻ നമ്മൾ 150 യൂണിറ്റ് ആണ് അവരുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 40 പ്ലസ് 20 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്കാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് എന്താ, ആ ഫാക്ടറിയിലെ 10 മെഷീൻസ് ആണുള്ളത്. ആ മെഷീൻസ് ദിവസത്തിൽ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 12 മണിക്കൂർ അത് ചെയ്യുന്നുണ്ട്. ദെൻ ആഴ്ചയിൽ നമുക്ക് 5 ദിവസം അത് അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഈ കോസ്റ്റ് ഒക്കെ തന്നിട്ടുള്ളത് വീക്കിലി പ്രൊഡക്ഷൻ ബേസിസിലാണ്. അവർ ക്വസ്റ്റ്യനിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇല്ലേ, ദീസ് കോസ്റ്റ് ബേസ്ഡ് ഓൺ വീക്കിലി പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ വീക്കിലി ബേസിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വീക്കിലി ബേസിലുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് 10 മെഷീൻസ് ആണ്, 12 അവേഴ്സ് അത് അവൈലബിൾ ആണ്, 5 ഡേ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 10 ഇൻറ്റു 12 ഇൻറ്റു 5 എന്ന് വരും. ഈസ് ഈക്വൽ ടു നമുക്ക് 60 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 9000 ആണ് വരിക, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 12 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 600 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ 15 ആണ് നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് കിട്ടുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 15. 20 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 1.33. ഇപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.33 ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് പ്രോഫിറ്റബിൾ ആണ് പ്രോഡക്റ്റ് അല്ലേ. നമുക്ക് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള ത്രൂപുട്ട് അവിടെ അവൈലബിൾ ആണ്. നമുക്കിത് എന്തായിട്ട് പറയാം, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് ഇൻ കേസ് ഓഫ് മൾട്ടി പ്രോഡക്ട്സ് നോക്കാം. നമുക്ക് സിംഗിൾ പ്രോഡക്റ്റിൻ്റെ കേസിലെ ത്രൂപുട്ട് അക്കൗണ്ട് കാണുന്നത് പോലെ തന്നെ മൾട്ടി പ്രോഡക്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസിലും നമുക്ക് ഏത് അപ്ലൈ ചെയ്യാവുന്നതാണ്, ത്രൂപുട്ട് അക്കൗണ്ടിങ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ നമ്പർ ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് പ്രോഫിറ്റ് പെർ ഡേ,
അപ്പോൾ അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൾട്ടി ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലിസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഭാരത് മെറ്റൽ ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഇപ്പോൾ 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് അവർ ചെയ്യുന്നത്. ബട്ട് ഡ്യൂ ടു ലിമിറ്റഡ് മെഷീൻ അവേഴ്സ് കമ്പനി ഈസ് നോ ലോങ്ങർ ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ഓൾ 4 പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ ഭാരത് മെറ്റൽസ് 4 പ്രോഡക്ട്സ് അവർ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, 4 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. പക്ഷെ അവരുടെ മെഷീൻ അവേഴ്സ് അത് കൺസ്ട്രെയിൻഡ് ആണ്. ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് മെഷീൻ അവേഴ്സ് കമ്പനി ഈസ് നോ ലോങ്ങർ ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ഓൾ 4 പ്രോഡക്ട്സ്. അപ്പോൾ 4 പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അവിടെ ബോട്ടിൽ നെക്ക് ഓർ കൺസ്ട്രെയിൻസ് ആയിട്ട് മെഷീൻ അവേഴ്സ് വരുന്നത് കൊണ്ട്. അപ്പോൾ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ 4 ഡിമാൻഡും ഒരുമിച്ച് അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇൻ ഓർഡർ ടു ഡിസൈഡ് വിച്ച് പ്രോജക്റ്റ് ഷുഡ് ബി പ്രിഫേർഡ് ഇൻ പ്രൊഡക്ഷൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഡാറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ സഹായിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ 4 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ജിയോഡൈറ്റ്, ലിമോണൈറ്റ്, ഇങ്ങനെ 4 പ്രോഡക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4ൻ്റെയും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ടൈം പെർ മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ടൈംസ് നമുക്ക് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റൈറ്റ് ആവുമ്പോൾ 300, 150, 90, 30 അങ്ങനെയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ടൈം തന്നിരിക്കുന്നത്. ഹെമറ്റൈറ്റിലെ സെല്ലിംഗ് പ്രൈസ് 450, മെറ്റീരിയൽ കോസ്റ്റ് 320, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 160, ടൈം 45 മിനിറ്റ്സ്. ദെൻ ജിയോഡൈറ്റ് സെല്ലിംഗ് പ്രൈസ് 350, മെറ്റീരിയൽ കോസ്റ്റ് 150, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 80, ദെൻ ടൈം പെർ യൂണിറ്റ് 60 ആണ്. ലിമോണൈറ്റ് 750 സെല്ലിംഗ് പ്രൈസ്, മെറ്റീരിയൽ കോസ്റ്റ് 600, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 400, ദെൻ ടൈം 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് മെഷീൻ അവേഴ്സ് ആർ ലിമിറ്റഡ് ടു 5000 അവേഴ്സ്, ഇപ്പോൾ മെഷീൻ അവേഴ്സ് അവർ 5000 ആയിട്ട് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സജസ്റ്റ് ദ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ വിച്ച് പ്രോഡക്റ്റ് ഈസ് ഗിവിങ് മാക്സിമം ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഈ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മെഷീൻ അവേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് മാക്സിമം ത്രൂപുട്ട് നൽകുന്നത് ഏത് പ്രോഡക്റ്റ് ആണ് അത് പറയണം. പിന്നെ കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്കിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മെഷീൻ അവേഴ്സ് ആർ ലിമിറ്റഡ് ടു 5000 അവേഴ്സ്, then suggest the production supervisor which product is giving maximum throughput per limiting factor. അപ്പോൾ മാക്സിമം ത്രൂപുട്ട് നൽകുന്നത് ഏത് പ്രൊഡക്ഷൻ ഫാക്ടർ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പം ഇതിലെ ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നതിനെടുക്കുന്ന ടൈം വ്യത്യാസമുണ്ട് ഇല്ലേ. ഇപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് മാഗ്നറ്റൈറ്റിനെ 30 മിനിറ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഹെമറ്റൈറ്റ് ആകുമ്പോൾ 45 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. ജിയോഡൈറ്റ്സിനെ 60 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. ദെൻ ലിമോണൈറ്റ് ആണെങ്കിൽ 20 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, അപ്പം ലിമിറ്റിംഗ് ഫാക്ടർ ഓരോന്നിൻ്റെയും ഡിഫറൻ്റ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ത്രൂപുട്ട് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ത്രൂപുട്ട് പെർ യൂണിറ്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിൽസിൽ നിന്ന് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു കേസിൽ ഡിഫറൻറ്റ് ടൈമാണ് അവർ കൺസ്യൂം ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ത്രൂപുട്ട് മാത്രം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, എക്സാക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് കുറേയും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? കമ്പാരിസൺ പോയിന്റ് എല്ലാ പ്രോഡക്ട്സിൻ്റെയും സെയിം ആകണം. അപ്പോൾ ഒരു കമ്പാരിസൺ പോയിന്റ് വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാം? ഇപ്പം ഇവിടെ 30 മിനിറ്റ്സ് ആണ് മാഗ്നറ്റൈറ്റിന് വരുന്നത്, 45 ഹെമറ്റൈറ്റും ലെമണൈറ്റിന് 20 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര പ്രോഡക്ട്സ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും? അപ്പം അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 1 അവറിലോ അല്ലെങ്കിൽ 1 മിനിറ്റിലോ അവർക്ക് എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹൗ മച്ച് ത്രൂപുട്ട് ഈച്ച് പ്രോഡക്റ്റ് ഈസ് ജനറേറ്റിംഗ് പെർ മിനിറ്റ്. അപ്പോൾ പെർ മിനിറ്റിൽ എത്ര പ്രോഡക്റ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഓരോ പ്രോഡക്റ്റും എത്ര എണ്ണം വീതം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് നമ്മുടെ റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി പ്രോഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് മാക്സിമം ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടറാണ്, അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ മാക്സിമം കാണാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ത്രൂപുട്ട് ഏതിനാ കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റിട്ടേൺ പെർ ഫാക്ടറി അവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ വരുന്നത്? റിട്ടേൺ പെർ ഫാക്ടറി അവർ ഇസ് ഈക്വൽ ടു ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് is equal to ത്രൂപുട്ട് പെർ യൂണിറ്റ് കാണാൻ സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ത്രൂപുട്ട്. ദെൻ അത് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടും. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും ചെയ്യാം. മാഗ്നറ്റായിട്ട് എത്രയാണ് വരുന്നത്? 300. സെയിൽസ് 300 ആണ്, മൈനസ് 150 ആണ് മെറ്റീരിയൽ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് വരുന്നത് 30 ആണ്. is equal to 150 ഡിവൈഡഡ് ബൈ 30 അല്ലേ? 150 ഡിവൈഡഡ് ബൈ 30 is equal to 5. ദെൻ നെക്സ്റ്റ് നമുക്ക് ഹെമറ്റൈറ്റ് ചെയ്യാം. സെയിൽസ് 450 മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 320 ആണ്, ഡിവൈഡഡ് ബൈ 45. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 45 ആണ് വരിക. 130 ഡിവൈഡഡ് ബൈ 45 ഈസ് ഈക്വൽ ടു 2.89. 2.89. ദെൻ നമുക്ക് തിയോഡൈറ്റ് സെയിൽസ് 350 മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 150 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമുക്ക് 200 അല്ലേ? 200 ഡിവൈഡഡ് ബൈ 60 ആണ് വരിക. 200 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് 3.33. ദെൻ ലെമോണൈറ്റ് $750 ആണ് സെയിൽസ് വരുന്നത്, മൈനസ് 600 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 7.5 ആണ്. ഇത്രയാണ് നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് വരുന്നത്. അപ്പോൾ പെർ ഫാക്ടറി അവേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, ഓരോന്നിലും വരുമ്പോൾ മാഗ്നറ്റൈറ്റ് 5, ദെൻ 2.89, ദെൻ 3.33, 7.5 ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം?
ലിമോണൈറ്റ് അല്ലേ, ലിമോണൈറ്റ് ഈസ് ജനറേറ്റിംഗ് the maximum throughput in comparison to other product for every time spent on making it. അപ്പോൾ നമുക്ക് നോക്കാം, മറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിമോണൈറ്റ് ആണ് മാക്സിമം ത്രൂപുട്ട് തരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളോട് അതിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ ഇക്വേഷൻ വരുന്നത്? റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് ആണ്. TPAR is equal to return per factory hour divided by cost per factory hour. അതിലെ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി അത് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ആണ് വരിക, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്, ടോട്ടൽ factory cost or total operating expenses divided by total time available in bottleneck. Total time available in bottleneck. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കാണണം. ഇപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓരോന്നിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട് 90, 160, 80, 400. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദെൻ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. മാഗ്നറ്റൈറ്റ് ആദ്യം കാണാം. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട് 90 ആണ്. ദെൻ ടോട്ടൽ അവൈലബിൾ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് 30 ആണ്. ഈസ് ഈക്വൽ ടു 3 ആണ് നമുക്ക് വരുന്നത്. ഹെമറ്റൈറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിരിക്കുന്നത് 160 ആണ്. ഡിവൈഡഡ് ബൈ 45 ആണ് നമുക്കതിൻ്റെ ടൈം വരുന്നത്. 3.56 വരും. ദെൻ ജിയോഡൈറ്റ് നമുക്ക് 80 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിരിക്കുന്നത്. 60 ആണ് നമുക്കതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ 1.33. ദെൻ ലിമോണൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 400 ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടൈം 20 ആണ്. അപ്പോൾ നമുക്ക് 200 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടി. ദെൻ നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാം. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ്. ദെൻ നമുക്ക് ആദ്യം മാഗ്നറ്റൈറ്റ് കോസ്റ്റ് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് 5 ആണ്. അപ്പോൾ 5 ബൈ ദെൻ കോസ്റ്റ് പെർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 5 by 3 ഈസ് ഈക്വൽ ടു 1.67. ദെൻ ഹെമറ്റൈറ്റ്
നമുക്ക് 2.89 ആയിരുന്നു റിട്ടേൺ പെർ ഫാക്ടറി അവർ. 2.89 ആണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 3.56 ആണ്. 3.56 ആണ് കോസ്റ്റ് പെർ ഫാക്ടറി അവർ. ഇപ്പോൾ 2.89 ഡിവൈഡഡ് ബൈ 3.56 ഈസ് ഈക്വൽ ടു 0.81. ദെൻ ജിയോദൈറ്റ് റിട്ടേൺ പെർ ഫാക്ടറി അവർ 3.33 ആണ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ 1.33 ആണ്. അപ്പോൾ 3.33 ഡിവൈഡഡ് ബൈ 1.33 ഈസ് ഈക്വൽ ടു 2.5 ആണ് അവർ. ദെൻ ലിമോണൈറ്റ് നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവർ 7.5 ആയിരുന്നു. 7.5 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 200 അല്ല 20 ആണ് കേട്ടോ. കോസ്റ്റ് പെർ ഫാക്ടറി അവർ 20 ആണ്, 200 അല്ല, 20 ആണ് വരുന്നത്. ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 0.38 ആണ്. 0.38 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇവിടെ നമ്മൾ റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് നോക്കുമ്പോൾ മാക്സിമം ത്രൂപുട്ട് നൽകുന്നത് ലിമോണൈറ്റ് ആയിരുന്നു. പക്ഷേ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വരുമ്പോൾ ലിമോണൈറ്റിന് വരുന്നത് എത്രയാണ്? 0.38. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് പ്രോഡക്റ്റ്. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ ലോസ് ആണ് കമ്പനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ പ്രകാരം നമുക്ക് ഇതല്ല ലിമോണൈറ്റ് നമുക്ക് ഒരിക്കലും ഒരു ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ലിമോണൈറ്റിനെ നമുക്ക് എന്ത് പറയാം, അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ലോസസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ മാക്സിമം ത്രൂപുട്ട് അക്കൗണ്ടിൻ്റെ ഹയസ്റ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ജിയോദൈറ്റ് ആണ്, 2.5 ആണ്. അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? 2.5 ആണ് വരിക. കാരണം നമുക്കറിയാം പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് കാണുക എങ്ങനെയാണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് മൈനസ് അല്ലേ, ത്രൂപുട്ട് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ത്രൂപുട്ടിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ലിമോണൈറ്റിൻ്റെ കേസിൽ മാക്സിമം ത്രൂപുട്ട് നൽകുന്നത് ലിമോണൈറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് മറ്റു പ്രോഡക്ട്സിനെ സംബന്ധിച്ച് ഇത്തിരിയും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു ലിമോണൈറ്റ്. പക്ഷെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവിടെ നമുക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ഫാക്ടറി കോസ്റ്റ് അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 20 റുപ്പീസ് അവർക്ക് വരുന്നുണ്ട്, 20 വരുന്നുണ്ട്. അപ്പോൾ റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂപുട്ടിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ലോസസ് ഉണ്ടാകാനുള്ള സാധ്യത, ലോസാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതാണ് പറയുക? ജിയോദൈറ്റ് ആണ് ഒപ്റ്റിമം പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രൂപുട്ട് റേഷ്യോ ആണ് ഹയസ്റ്റ് റേഷ്യോ വരുന്നത്, വിച്ച് മീൻസ് ഇൻഫ്ലോ ഈസ് മച്ച് മോർ ദാൻ ദ ഔട്ട്ഫ്ലോ. അപ്പോൾ ഔട്ട്ഫ്ലോക്കാളും കൂടുതൽ റിട്ടേൺസ് അല്ലെങ്കിൽ കൂടുതൽ ഏത് വരുന്നുണ്ട്? ഇൻഫ്ലോ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജിയോദൈറ്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു ഇലിസ്ട്രേഷനും കൂടെ നോക്കാം. ABC പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊഡ്യൂസ് 2 പ്രോഡക്ട്സ്. ABC പ്രൈവറ്റ് ലിമിറ്റഡ് 2 പ്രോഡക്റ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് A ആൻഡ് B. അപ്പോൾ പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും ആണ് 2 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ അതിലെ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബിയുടെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പ്രോഡക്റ്റ് എ 200, പ്രോഡക്റ്റ് ബി 250. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പ്രോഡക്റ്റ് എ 70, പ്രോഡക്റ്റ് ബി 85. ഫിക്സഡ് കോസ്റ്റ് പ്രോഡക്റ്റ് എ 20, പ്രോഡക്റ്റ് ബിയും 20 തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് രണ്ടിനും ഒരേപോലെയാണ് വരുന്നത്. ദെൻ വേരിയബിൾ കോസ്റ്റ് പ്രോഡക്റ്റ് എ 60, പ്രോഡക്റ്റ് ബി 75 ആണ്. ദെൻ നമുക്കതിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പ്രോഡക്റ്റ് എ 50 ആണ്, പ്രോഡക്റ്റ് ബി 70 ആണ് വരുന്നത്. മെഷീൻ അവേഴ്സ് തന്നിട്ടുണ്ട്. മെഷീൻ അവർ
പെർ യൂണിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മെഷീൻ അവർ പെർ യൂണിറ്റ് പ്രോഡക്റ്റ് എ 1, then product B 1.5. ഡിമാൻഡ് ഇൻ യൂണിറ്റ് പ്രോഡക്റ്റ് എ 10,000, പ്രോഡക്റ്റ് ബി 8,000. then total machine hours available with the company are 18,000 hours. 18,000 hours ആണ് നമുക്ക് ടോട്ടൽ ടൈം അവൈലബിൾ ആയിട്ടുള്ളത്. കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. നമ്മളോട് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്, കമൻറ്റ് ചെയ്യാനും അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. TPAR ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ. റിട്ടേൺ പെർ factory hour divided by cost per factory hour. ആദ്യം നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കാണാം. റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ്. റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ്. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് അല്ലേ. ത്രൂപുട്ട് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. നമുക്ക് ആദ്യം പ്രോഡക്റ്റ് എയുടെ കാണാം. പ്രോഡക്റ്റ് എ ഈസ് ഈക്വൽ ടു സെയിൽസ് 200 ആണ്. 200 മൈനസ് then material cost 70 divided by machine per hour വരുന്നത് 1 ആണ്. അപ്പോൾ 200 minus 70 130 ആണ്. 130 divided by 1 is equal to 130. then product B. പ്രോഡക്റ്റ് ബി നമുക്കറിയാം 250 ആണ് സെയിൽസ് വരുന്നത്. then 85 ആണ് മെറ്റീരിയൽ കോസ്റ്റ്. 1.5 ആണ് മെഷീൻ അവേഴ്സ്. അപ്പോൾ 250 മൈനസ് 85 ഇസ് ഈക്വൽ ടു വരുന്നത് 165 ആണ് വരിക. 165 ഡിവൈഡഡ് ബൈ 1.5. 165 ഡിവൈഡഡ് ബൈ 1.5 എന്ന് പറയുമ്പോൾ 1110 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടി. ദെൻ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് കാണാം അല്ലേ. കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ, കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് is equal to total factory cost divided by total time available in bottleneck. ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് ആണ് നമുക്ക് വരിക. ഇപ്പോൾ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വരുന്നത്, ദ മെഷീൻ അവേഴ്സ് അവൈലബിൾ വിത്ത് ദ കമ്പനി ആർ 18,000 അവേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം അവൈലബിൾ 18,000 ആണ് നമുക്കറിയാം. ഇനി നമുക്ക് ഏത് കാണണം, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം രണ്ട് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് എക്കും പ്രോഡക്റ്റ് ബിക്കും വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് കണ്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കത് ആദ്യം അത് കമ്പ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്
ദെൻ ആദ്യം നമുക്ക് പ്രോഡക്റ്റ് എ. പ്രോഡക്റ്റ് എയുടെ നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 20 വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് 60 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് രണ്ടും ആഡ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എ വരുമ്പോൾ 20 + 60 ഇൻറ്റു എത്ര യൂണിറ്റ് ആണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇത് പെർ യൂണിറ്റിനാണ് 20 + 60 അങ്ങനെ 80 വരുന്നത്. ദെൻ നമ്മൾ 10,000 യൂണിറ്റ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു 10,000 അല്ലേ? ഇൻറ്റു 10,000 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 80 × 10,000 അതായത് 8 lakhs എന്ന് കിട്ടി. ദെൻ പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് ബിക്ക് ഫാക്ടർ അല്ലെ, ഫിക്സഡ് കോസ്റ്റ് 20 വരുന്നുണ്ട്, സെയിം തന്നെ രണ്ടിൻ്റെ. ഫിക്സഡ് കോസ്റ്റ് 20 വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് 75 ഉണ്ട്. അങ്ങനെ 95 വരുന്നുണ്ട് ഇൻറ്റു എത്ര യൂണിറ്റ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 8,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 95 × 8,000 അപ്പോൾ ഈസ് ഈക്വൽ ടു 7,60,000. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 6, 7, 8, 15. 15,60,000 ആണ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാം? കോസ്റ്റ് പെർ ഫാക്ടറി അവർ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 15,60,000 ആണ്. അപ്പോൾ 15,60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് 18,000 ആണ്. അപ്പോൾ 1560 ഡിവൈഡഡ് ബൈ 18,000 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 86.87 കിട്ടും. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് എന്ന് പറയുന്നത് 86.87 ആണ് വരുന്നത്. ദെൻ നമുക്ക് ഏത് കമ്പ്യൂട്ട് ചെയ്യാം? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് ആദ്യം പ്രോഡക്റ്റ് എ അല്ലേ, 2 പ്രോഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. പ്രോഡക്റ്റ് എ എടുക്കാം. പ്രോഡക്റ്റ് എക്ക് വരുന്നത് 130 ആണ്. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 86.87 ഈക്വൽ ടു 1.50. Then product B is equal to 110 അല്ലേ? റിട്ടേൺ പെർ ഫാക്ടറി അവർ 110 ആണ്. 110 ഡിവൈഡഡ് ബൈ 86.87 ഈസ് ഈക്വൽ ടു 1.27. 1.27. നമുക്ക് നോക്കാം. നമ്മുടെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ്. കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ അവർ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫിക്സഡ് കോസ്റ്റ് അവർക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുമായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇവിടെ 2 പ്രോഡക്ട്സ് വരുന്നുണ്ട്. രണ്ടും TPAR ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഹയസ്റ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വരുന്ന പ്രോഡക്റ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ദ ഹയർ ദ TPAR റേഷ്യോ അല്ലേ, ഹയർ ദ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ദ ബെറ്റർ ഈസ് ഫോർ പ്രോഡക്റ്റ്. അപ്പോൾ ദ കമ്പനി ആസ് എ ഹോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിലെ പ്രോഡക്റ്റ് എ ആണ്
നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. ദെൻ മാനുഫാക്ചർ ഓർ മേക്ക് പ്രോഡക്റ്റ് എ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. WR കമ്പനി മാനുഫാക്ചർ 3 പ്രോഡക്ട്സ് A, B ആൻഡ് C. ഇപ്പോൾ WR കമ്പനി 3 പ്രോഡക്ട്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്, A, B, C. Then product details are as follows. Selling price, product A 2.80, product B 1.60, product C 2.40. Then material cost 1.20, 0.60, 1.20. Then direct labor cost 1, 0.80, 0.80. Then weekly sales demand in unit 4,000 product A, 4,000 product B, then 5,000 product C. Machine hour per unit 0.5, 0.2, 0.3. Then machine hour is bottleneck resources and maximum capacity is 4,000 machine hour per week. അപ്പോൾ മെഷീൻ ടൈമാണ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് വരുന്നത്. പെർ വീക്ക് ആഴ്ചയിലെ അവരുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 4,000 മെഷീൻ അവേഴ്സ് ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 10,880 പെർ വീക്കാണ് വരുന്നത്. അപ്പോൾ ആഴ്ചയിലെ 10,880 രൂപയാണ് അവരുടെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് ലേബർ വർക്കേഴ്സ് ആർ നോട്ട് പെയ്ഡ് ഓവർ ടൈം. അപ്പോൾ അവർ ഡയറക്റ്റ് ലേബേഴ്സിന് ഓവർ ടൈം പ്രൊവൈഡ് ചെയ്യണില്ല. അതുപോലെ തന്നെ വർക്ക് എ സ്റ്റാൻഡേർഡ് 38 അവേഴ്സ് പെർ വീക്ക്. അപ്പോൾ 38 മണിക്കൂറാണ് അവർ ഇതായിട്ട് എടുക്കുന്നത്, ടൈം എടുക്കുന്നത് മാനുഫാക്ചർ ചെയ്യാനായിട്ട്. Then determine the optimum production plan for WR company and calculate the weekly profit that would arise from the production plan. അപ്പോൾ നമ്മളോട് പറയുന്നത് ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ ഡിറ്റർമിൻ ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് അവരുടെ വീക്കിലി പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്കിവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മെഷീൻ ടൈമാണ് അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് ആണ്. അപ്പോൾ ത്രൂപുട്ട് പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് മെഷീൻ ടൈം, അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ്. അപ്പോൾ ആ റിട്ടേൺ പെർ ഫാക്ടറി അവറാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ അത് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്രോഡക്റ്റിനെ റാങ്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റിനെ നമ്മൾ റാങ്കിങ് കൊടുക്കണം. ദെൻ റാങ്കിങ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, ദാറ്റ് മീൻസ് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കാണാം 3 പ്രോഡക്റ്റിൻ്റെയും. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാണാനുള്ള ഇക്വേഷൻ റിട്ടേൺ പെർ ഫാക്ടറി അവർ is equal to throughput per unit divided by time per unit. Throughput per unit divided by time per unit ആണ് വരുന്നത്. ദെൻ നമുക്ക് ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് എ ഡി, പ്രോഡക്റ്റ് ബി ഡി, പ്രോഡക്റ്റ് സി ഡി നമുക്ക് സെപ്പറേറ്റ് കാണണം. ദെൻ ആദ്യം നമുക്ക് പ്രോഡക്റ്റ് എ ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് പെർ യൂണിറ്റ് കാണാനായിട്ട് സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് 2.80 ആണ്, 1.60 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ 2.80 മൈനസ്
1.60 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? ടൈം പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മെഷീൻ അവർ പെർ യൂണിറ്റ് 0.5 ആണ്. 0.5 is equal to നമുക്ക് എത്ര വരും? 1.60 ഡിവൈഡഡ് ബൈ 0.5 is equal to 3.20. Then product B. Product B 1.60 minus 0.60 divided by 0.2 is equal to 1.00 divided by 0.2 is equal to 5. Then product C. Product C 2.40 minus 1.20 divided by 0.3 is equal to 1.20 divided by 0.3 is equal to 4. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റാങ്കിങ് കൊടുക്കുന്നു. കാരണം നമ്മളോട് ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാനും പിന്നെ ആ പ്ലാനിൽ നിന്നുള്ള അവരുടെ വീക്ക്ലി പ്രോഫിറ്റുമാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ നോക്കുമ്പോൾ നമുക്ക് ഇത് റാങ്കിങ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക പ്രോഡക്റ്റ് ബി ആണ്, സെക്കൻഡ് പ്രോഡക്റ്റ് സി ആണ്, തേർഡ് റാങ്ക് ആണ് നമുക്ക് പ്രോഡക്റ്റ് എക്ക് വരുന്നത്. ഇനി നമുക്കറിയാം മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000 മെഷീൻ അവേഴ്സ് ആണ് പെർ വീക്കിൽ. അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, കാരണം അത് കൺസ്ട്രൈൻഡ് ആണ്, അല്ലെങ്കിൽ ബോട്ടിൽ നെക്കാണ്. അപ്പോൾ ആ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പം അതിനനുസരിച്ച് മറ്റ് റിസോഴ്സസുകൾ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം പ്രോഫിറ്റ് മാക്സിമൈസിങ് വീക്കിലി ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വോളിയം എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസിങ് വീക്കിലി ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വോളിയം നോക്കാം. നമുക്ക് 6 കോളം പ്രൊവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കോളം പ്രോഡക്റ്റ്, സെക്കൻഡ് കോളം യൂണിറ്റ്, തേർഡ് കോളം ബോട്ടിൽ നെക്ക് റിസോഴ്സസ് അവേഴ്സ് പെർ യൂണിറ്റ്, ദെൻ ഫോർത്ത് കോളം ടോട്ടൽ അവേഴ്സ്, ഫിഫ്ത്ത് കോളം ത്രൂപുട്ട് പെർ യൂണിറ്റ്, ദെൻ സിക്സ്ത് കോളം ടോട്ടൽ ത്രൂപുട്ട്. ദെൻ നമുക്ക് നോക്കാം, നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രോഡക്റ്റ് ബി ആണ്. അപ്പം ആദ്യം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പ്രോഡക്റ്റ് ബി ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് ബി നമുക്കറിയാം 4000 യൂണിറ്റ് ആണ് അത്, അതിൻ്റെ മാക്സിമം അല്ലേ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 4000 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കിട്ടും. വീക്കിലി സെയിൽസ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് 4000 ആണ് വരുന്നത്. ദെൻ അതിൻ്റെ മെഷീൻ അവർ പെർ അല്ലേ, ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് മെഷീൻ അവേഴ്സ് ആണ്. മെഷീൻ പെർ അവർ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ബിയുടെ മെഷീൻ അവർ എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 0.2 അവേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ്. അതായത് 4000 × 0.2. 4000 × 0.2 എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ 800 അവേഴ്സ് ആണ് നമുക്ക് 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി ഈ ത്രൂപുട്ട് പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ത്രൂപുട്ട് പെർ യൂണിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് 5 ആണ് വരുന്നത്. റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ്, അതിനെ തന്നെയാണ് നമ്മൾ ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് 5 ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. ദെൻ നമുക്ക് ടോട്ടൽ ത്രൂപുട്ട് അപ്പോൾ എത്രയായിരിക്കും? 800 അവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 ആണ് ത്രൂപുട്ട് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ 800 × 5 അല്ലേ, 800 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 4000 ആണ്. ഈ നാലാമത്തെ കോളം അഞ്ചാമത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് മാക്സിമം നമുക്ക് 4000 അവേഴ്സ് അവൈലബിൾ ആണ്.
മെഷീൻ അവേഴ്സ്. അപ്പോൾ ഇവിടെ 800 അവേഴ്സ് എടുത്താൽ തന്നെ നമ്മുടെ 4000 ചെയ്യാം. അപ്പോൾ ബി പ്രോഡക്റ്റ് നമുക്ക് കംപ്ലീറ്റ് മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യുന്നത് സെക്കൻഡ് റാങ്കിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രോഡക്റ്റ് സി ആണ്. പ്രോഡക്റ്റ് സിയുടെ വീക്കിലി സെയിൽസ് ഡിമാൻഡ് എന്ന് പറയുന്നത് 5000 യൂണിറ്റ് ആണ്, 5000 യൂണിറ്റ് ആണ്. ദെൻ അതിനെ പെർ യൂണിറ്റ് മെഷീൻ എന്ന് പറയുന്നത് അവേഴ്സ് എന്ന് പറയുന്നത് 0.3 ആണ്. ദെൻ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ 5000 × 0.3 അതായത് 1500 ആണ്, 1500 ആണ് വരുന്നത്. ദെൻ അതിൻ്റെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേറ്റ് അല്ലെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 4 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ടോട്ടൽ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 × 4, 1500 × 4 എന്ന് പറയുമ്പോൾ 6000 ആണ് നമുക്ക് വരുന്നത്. ഇപ്പം നോക്കിയേ നമ്മൾ ടോട്ടൽ ടൈമിൽ നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞു? 8 × 5 = 1300 2300 അവേഴ്സ് നമ്മൾ എടുത്തു. ഇനി നമ്മുടെ കയ്യിൽ പക്ഷെ ആകെ 1700 അവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 1700 അവേഴ്സ് അത്രയും അവേഴ്സിനുള്ളിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ആണോ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത് അത്രയും പ്രോഡക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് എ മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദെൻ അടുത്തത് നമുക്ക് പ്രോഡക്റ്റ് എ കൊടുക്കാം. പ്രോഡക്റ്റ് എ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കണക്കൂട്ടിയാൽ മതി. പ്രോഡക്റ്റ് എ 4000 യൂണിറ്റ് ആണ് വരുന്നത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5.5 അവേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 4000 × 0.5 എന്ന് പറയുമ്പോൾ 2000 അവേഴ്സ് ആണ്. അപ്പോൾ 4000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2000 അവേഴ്സ് ആവശ്യമായിട്ട് വരും, 2000 മണിക്കൂർ വേണം. പക്ഷെ നമ്മുടെ കൈവശം ഇനി ആകെ 4000 അവേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലെ 2300 ഓൾറെഡി നമ്മൾ പ്രോഡക്റ്റ് എ ബിക്കും സിക്കും ആയിട്ട് വന്നു. ഇനി അതിലെ 1700 ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് എ നമുക്ക് പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണുക വെച്ചിങ്ങനെ, ഇനി നമുക്ക് ടോട്ടൽ ടൈം പറയുന്നത് നമുക്ക് എത്രയേ പാടുള്ളൂ? ടോട്ടൽ ടൈം നമുക്ക് വരുന്നത് 4000 ആണ് കിട്ടുള്ളൂ. മാക്സിമം നമുക്ക് 4000 അവേഴ്സ് ആണ് വരുന്നുള്ളൂ. 2300 നമ്മൾ യൂസ് ചെയ്തു, 1700 ആണ് നമുക്കിനി ഉള്ളത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 0.5 അവേഴ്സ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ഈ 1700 അല്ലേ 1700 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യുക. അപ്പോൾ 1700 ഡിവൈഡഡ് ബൈ 0.5 ചെയ്യുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും യൂണിറ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ 1700 ഡിവൈഡഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് 3400 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റ് ബി ഫുൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, പ്രോഡക്റ്റ് സിയും ഫുള്ളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് എ നമുക്ക് 4000 പറ്റില്ല, എത്ര വരാം? 3400 നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.20 ആയിരുന്നു നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ അല്ല, സോറി, നമ്മുടെ റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ്. ദെൻ നമുക്ക് 1700 × 3.20 അതായത് 5440 എന്ന് കിട്ടും. ദെൻ നമ്മുടെ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 10,000 6 4 10 10 15 440. ഇനി നമുക്ക് പ്രോഫിറ്റ് കാണണം. അപ്പോൾ പ്രോഫിറ്റ് ഇതാണ് നമ്മുടെ ത്രൂപുട്ട് അല്ലേ, ടോട്ടൽ ത്രൂപുട്ട് എന്ന് പറയുന്നത് 15440 ആണ്. ദെൻ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതുന്നു? ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രയെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്?
ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആർ 10,880. 10,880 ആണ് വരുന്നത്. 0 8 14 ആവാൻ 6 9 14 ആവാൻ 5 ദെൻ 1 5 ആവാൻ 4. അപ്പോൾ 4,560. ഇതാണ് അവരുടെ പ്രോഫിറ്റ് പെർ വീക്ക്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ കണ്ടത് റിട്ടേൺ പെർ ഫാക്ടറി അവർ അഥവാ ത്രൂപുട്ട് പെർ ഫാക്ടറി അവേഴ്സ് കണ്ടു. ദെൻ പിന്നീട് നമ്മൾ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി. ദെൻ അതിൻ്റെ പ്രോഫിറ്റ് പെർ വീക്ക് കണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഇല്ലുസ്ട്രേഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.